കേരളത്തിലെ നിയമസഭ ഇലക്ഷൻ റിസൾട്ടിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അന്ധമായ പാർട്ടി വിധേയത്വത്തിന് ഉപരിയായി വോട്ടർമാർ സ്വതന്ത്രമായ ജനാധിപത്യ ബോധം കാത്തുസൂക്ഷിക്കുന്നു എന്നാണ് ഈ ഇലക്ഷൻ നൽകുന്ന ഒന്നാമത്തെ പാഠം. ഒരു കേഡർ സംവിധാനത്തിനും അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത വിധം ജനങ്ങളുടെ ജനാധിപത്യ ബോധം ഉയർന്നിട്ടുണ്ട്. പാർട്ടികൾക്ക് വിധേയമായി അല്ലെങ്കിൽ ശാസനകൾക്ക് വിധേയമായി വിനിയോഗിക്കേണ്ടതല്ല വോട്ടവകാശം. തങ്ങളുടെ ബോധ്യത്തിൻ്റെയും തങ്ങളുടെ ജനാധിപത്യ ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസാക്ഷിയോട് കൂറുപുലർത്തി മാത്രമേ വോട്ടവകാശം വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന ആ ഉന്നതമായ ജനാധിപത്യ ബോധം പാർട്ടി അനുഭാവികൾ വോട്ടർമാർ സൂക്ഷിക്കുന്നു എന്നാണ് ഇലക്ഷൻ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. LDF ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷവും ഊന്നൽ നൽകിയത് വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ്. ആ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും വികസനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇലക്ഷനിൽ തിരിച്ചു വരാം എന്ന ഉത്തമ ബോധ്യമായിരുന്നു പാർട്ടിയെയും LDFനെയും നയിച്ചത്. വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. വികസന പ്രവർത്തനങ്ങൾ എന്നത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി നിർവഹിച്ചതിൻ്റെ പേരിൽ, അവകാശം നൽകിയതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും സർക്കാരുകൾക്കും അധികാരമില്ല എന്ന ഉന്നതമായ ഒരു മൂല്യം ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിർവഹിക്കുന്ന ഡ്യൂട്ടിയുടെ പേരിൽ, കർത്തവ്യ നിർവഹണത്തിൻ്റെ പേരിൽ, അവകാശം നൽകിയതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമില്ലെന്ന ഒരു പാഠം കൂടി ജനങ്ങൾ ഈ ഇലക്ഷനിൽ LDFന് CPMന് നൽകിയിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണിത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഔദാര്യമല്ല, ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശമാണ് എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഇതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം ഭരണാധികാരികളുടെയും ഭരണാധികാരികളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും ഭരണത്തിലിരിക്കുന്നവരുടെയും ജനങ്ങളുമായുള്ള ദൈനംദിന സമ്പർക്കത്തിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷ, അവരുടെ രീതി, അവരുടെ പെരുമാറ്റം, ഇതൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവരാണ് ജനങ്ങൾ. ഭരണാധികാരികൾ വളരെ അധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.